ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കുരുമുളക് യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞാനത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് 8 മാസങ്ങളായി. ആക്ച്വലി എന്താ പറയുക, കീർത്തി ലാസ്റ്റ് ടൈം UK നിന്ന് വന്നപ്പം ഞാൻ അവളെ കാണാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എടുത്തിരുന്ന വീഡിയോ ആണ്. അന്നത്തെ നമ്മളുടെ ഡിന്നറാണിത്. അന്ന് തൊട്ട് ഇതിൻ്റെ കയ്യിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു വോയിസ് ഓവർ കൊടുക്കാനോ അതിനുവേണ്ടി ഇരിക്കാനോ എനിക്ക് പറ്റിയില്ല. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒരുപാട് ലേറ്റ് ആക്കണ്ട, അങ്ങോട്ട് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രിവാൻഡ്രത്തെ ഇംപീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞാനുണ്ടായിരുന്നു, കീർത്തി, പാറു, നമ്മൾ 3 പേരും കൂടാണ് പോയത്. ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഇറ്റ്സെൽഫ് വാസ് റിയലി നൈസ്. നല്ല ആംബിയൻസ്, അടിപൊളി ഇൻറ്റീരിയേഴ്സ്, നല്ലൊരു വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. കുഞ്ഞിക്കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് അടിപൊളിയാണ്. അത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ കൊള്ളാം, അങ്ങനത്തെ ഒരു ഫീൽ വരും. അവരുടെ കസ്റ്റമർ സർവീസ്, അവരുടെ മെനു, ക്ലീൻലിനെസ്, എവറിത്തിങ് എല്ലാം അടിപൊളിയായിരുന്നു. നമുക്കങ്ങനെ കാര്യമായിട്ട് കഴിക്കാനുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ലഞ്ച് കുറച്ചധികം ഹെവി ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സോ ലൈറ്റ് ഫുഡ് എന്തെങ്കിലും, ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ഡൈവേഴ്സിറ്റി വെറൈറ്റി സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യേണ്ട എന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു ആ സമയത്തും. അങ്ങനെ കുറച്ചേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു. അതിനിടയിൽ എനിക്ക് പരിചയമുള്ള 1-2 പേരെ കണ്ടു. അങ്ങനെ നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ചേരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫുഡ് വന്നത്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. ഇനി ഓറഞ്ച് ജ്യൂസ് തന്നെയാണോ അതിന് വല്ല വെറൈറ്റി പേര് വല്ലതുണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം കീർത്തിക്ക് കഴിക്കണേന് മുന്നേ എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം അത് ഓർഡർ ചെയ്തു. ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ വേറെ പുറത്തുനിന്ന് നോർമൽ ഷോപ്സിൽ നിന്ന് കുടിച്ചിട്ടുള്ളതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. കീർത്തിക്കും എനിക്കും പാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ 1-2 ഡ്രിങ്ക്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു. കീർത്തി കണ്ടിന്യൂസ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സെറ്റ് സാധനം, അടിപൊളി, നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആക്ച്വലി രാവിലെ ഫുള്ള് ലുലു മോളിൽ കറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് വന്നത്. പിന്നെ ഡിന്നർ എന്തായാലും വെളിപ്പോയി കഴിക്കാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതുകൊണ്ട് ഇറങ്ങിയത്. അപ്പം ആ കൂട്ടത്തിലൊരു ഇത്രയും നല്ലൊരു ജ്യൂസ് കിട്ടിയപ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ കോഴ്സ് എത്തിയത്. ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്ക് തോന്നുന്നു കലം ബീഫ് എന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. ഇത് കാണുമ്പോൾ ചട്ടി പോലെ തോന്നുമെങ്കിൽ അതിൻ്റെ പേര് കലം ബീഫ് എന്നായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. തനി നാടൻ ബീഫ് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ചൂടോടെ അവരുടെ സ്ക്വയർ പൊറോട്ടയോടെ കഴിക്കാനായിട്ട് സിംപ്ലി സൂപ്പർ. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. പൊറോട്ട ബീഫ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. നമ്മൾ പിന്നെ ഇത് കൂടാണ്ട് അപ്പവും ബട്ടർ ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം പാറുവിന് അപ്പം മതി എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് സമയത്ത് എന്തോ വയ്യായ്ക ആയിട്ടിരുന്നത് കൊണ്ട് പൊറോട്ട വേണ്ട, ആൾക്ക് അപ്പം മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പൊറോട്ടയും എനിക്ക് ഓർഡർ ചെയ്തു, പിന്നെ അപ്പം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറു കഴിച്ചത് അപ്പവും ബട്ടർ ചിക്കനുമായിട്ടാണ്. പൊതുവേ നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തൊരു 4-5 ഐറ്റം ഓർഡർ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഐറ്റം അത്ര നല്ലതായിരിക്കില്ല. യൂഷ്വലി ഇതാണ് സംഭവിക്കുക. പക്ഷെ ഇത്തവണയുണ്ടല്ലോ, ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും നമുക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കുറേ വേറെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വയറിന് അത്രയും കപ്പാസിറ്റി ഇല്ലാതായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഇനിയും പോവാമല്ലോ. സത്യത്തിൽ ഈ ഒരു ഈവനിങ്ങിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കലം ബീഫ് തന്നെയായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാവോ, ഇപ്പം ഞാൻ മറന്നിട്ടില്ല. സത്യത്തിൽ എനിക്കൊരു ഒറ്റ ദിവസത്തെ ലീവിനാണ് ഞാൻ കീർത്തിനെ കാണാൻ വേണ്ടി വന്നത്. ഇറങ്ങി കുറച്ചും കൂടെ സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയടിച്ച് ഫുഡൊക്കെ കഴിച്ച് ആ വിശേഷങ്ങൾ കൂടെ പറയാനുണ്ടായേനെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കിട്ടിയ സമയത്ത് ഫുഡടിയോടൊപ്പം നമ്മളൊരു 100 വിശേഷം പറയും. അവിടത്തെയും ഇവിടത്തെയും ഇനി ചെയ്യാൻ പോകുന്നതും ചെയ്തതും ഒക്കെ. പണ്ട് കീർത്തിയും ഫെർസനെയൊക്കെ മാസം നാട്ടിൽ നിന്ന് ട്രിവാൻഡ്രം വന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോ ഇപ്പം എല്ലാവരും പല സ്ഥലത്തായി. വർഷത്തിൽ ഒരിക്കലേക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ കിട്ടുന്ന ചാൻസ് നമ്മൾ ആരും മിസ് ചെയ്യാറില്ല. മാക്സിമം കാണാൻ നോക്കും. അങ്ങനെ ഈ 2 ഐറ്റമാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്ത് കേട്ടോ. ഇതിലൊന്നൊരു പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ ആണ്, ഒന്ന് അവരുടെ ഒരു സിഗ്നേച്ചർ ഡ്രിങ്ക് ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ പേര് ഇംപീരിയൽ ബ്ലാസ്റ്റ് എന്നും അങ്ങനെ എന്തോ ആയിരുന്നു. കൂട്ടത്തിൽ എല്ലാവരുടെയും ഫേവറേറ്റ് പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ ആയിരുന്നെങ്കിലും മറ്റതിനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. അടിപൊളിയായിരുന്നു അതും. ഞാൻ പലപ്പോഴും ഈ മൊഹിത്തോസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുടിച്ചതോടുകൂടി ഞാൻ പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടോ. അപ്പം മൊത്തത്തിൽ ഞങ്ങളുടെ ഡിന്നർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാനാണ് ഇംപീരിയൽ കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റ് അവർക്ക് സജസ്റ്റ് ചെയ്തത്. കീർത്തിക്കും ഭാറുവിനും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫുഡ് സെറ്റായിരുന്നു. ലൈക്ക് നാട്ടിലൊക്കെ വന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫുഡ്. ഭാറുവിന് ഇഷ്ടമായോ? നമ്മളിവിടെ ഡിന്നർ കഴിക്കാനാണ് വന്നത്. ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓരോ എല്ലാ ഡിഷിനും ഭയങ്കര അതിൻ്റെതായ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ ലൈക്ക് ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. കൊള്ളാം. നമുക്ക് ബജറ്റും ഓക്കെയാണ്.